ഈ ഒരു ബോ ഉണ്ടാക്കിയാലോ? ഈ ഒരു ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 10 ചെയിൻ ഇടാം കേട്ടോ. 11 ചെയിൻ ഇടാം. 10ാമത്തെ ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അങ്ങനെ ടോട്ടൽ 10 ചെയിൻ സിംഗിൾ ക്രോഷ്യ ആണ് കേട്ടോ. 10 സിംഗിൾ ക്രോഷ്യ ചെയ്യാനാണ് 11 ചെയിൻ ഇട്ടത്. എന്നിട്ട് ഒരു 5 സിംഗിൾ ക്രോഷ്യ ആകുമ്പോൾ തന്നെ നമ്മളുടെ ഷോർട്ട് ടൈൽ ഇല്ലേ, ആ ഷോർട്ട് ടൈൽ കൂട്ടിപ്പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷോർട്ട് ടൈൽ ഇതിന്റെ കൂടെ തന്നെ ഹൈഡ് ആയി പോയിക്കോളൂ കേട്ടോ. പിന്നീട് അത് ഡാനിങ് നീഡിൽ വെച്ച് ഹൈഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ചെയ്യാതിരിക്കാനാണ്. ഇത് പിടിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ കൂടെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ എളുപ്പമായിരിക്കും കേട്ടോ. ഇങ്ങനെ ചെയ്ത് 10ാമത്തെ ചെയിനിൽ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ജസ്റ്റ് ഈ വർക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു ചെയിൻ ഇടുക കേട്ടോ. ഒരു ചെയിൻ ഇട്ടിട്ട് ആദ്യത്തെ ചെയിനിൽ തന്നെ, അതായത് ആ ഇട്ട ചെയിനിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണേ. സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും സെക്കൻഡ് റോ ചെയ്യുമ്പോൾ നമ്മൾ 2 ലൂപ്പിലൂടെ കൂടിയാണോ ഹുക്ക് ഇൻസേർട്ട് ചെയ്തതെന്ന് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം അതവിടെ 10ാമത്തെ ചെയിൻ ആയിട്ടുണ്ട്. ഇനി വീണ്ടും വർക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്തു, ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടു. ഫസ്റ്റത്തെ അതിൽ ആ ചെയിൻ ഇട്ടതിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്യണം ഒരു സിംഗിൾ ക്രോഷ്യ. 2ാമത്തെ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ വീണ്ടും 10 സിംഗിൾ ക്രോഷ്യ ഇടണം കേട്ടോ. ഇതിൽ ലാസ്റ്റത്തെ ചെയിനിൽ 2 ലൂപ്പിലൂടെ തന്നെ ഇടാൻ നോക്കണം, ഒരൊറ്റ ലൂപ്പിലൂടെ ഇടരുത്. അതിൽ 2 എണ്ണം ഉണ്ട്, ആ 2 എണ്ണത്തിലൂടെ ഒന്ന് ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. വീണ്ടും നെക്സ്റ്റ് റോ ചെയ്യാണ്. അതിൽ വീണ്ടും ഓരോരോ ലൂപ്പിലും 10 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ ഒരു 30 റോ ഇതുപോലെ ചെയ്യാം. നിങ്ങൾ കൗണ്ട് ചെയ്ത് 2 എണ്ണം ആക്കിയിട്ട് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും 30 റോസ് ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ ഇതുണ്ടെങ്കിൽ സ്റ്റിച്ച് മാർക്കർ വെച്ചാലും മതി ഓരോന്ന്. ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എഡ്ജ് കണ്ടില്ല, നല്ല നീറ്റായിട്ടുള്ളത്. അത് നമ്മൾ ഫസ്റ്റ് ചെയിൻ ഇട്ടതിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതാണ്. ഇനി ഈ 2 അറ്റങ്ങളും കൂട്ടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ഡാനിങ് നീഡിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങോട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡാനിങ് നീഡിൽ വെച്ചിട്ട് ഇത് തുന്നി പിടിപ്പിച്ചാലും മതി. അതിനെക്കാട്ടി ഈസി മെത്തേഡാണിത്. ഓരോരോ ചെയിനിൻ്റെ ഇടയിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ജസ്റ്റ് യാണ പുൾ ചെയ്തെടുക്കുക. ഇതാണ് സിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഈ ഒരു യാണ പുൾ ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു അറ്റം വരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ലോങ് ടൈൽ വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്യാൻ. അങ്ങനെ ലോങ് ടൈൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതന്നെ മതി. നമുക്ക് ഈ ഒരു വർക്കിൻ്റെ മേലെ ഇങ്ങനെ ഇത് ബോ ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ലാസ്റ്റത്തെ ചെയിനെത്തി അതിലും ഇതുപോലെ തന്നെ സിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ഒരു ചെയിൻ ഇടുക, ലോങ് ടൈൽ കട്ട് ചെയ്യുക. ലോങ് ടൈൽ കട്ട് ചെയ്തിട്ട് എങ്ങനെ ബോൻ്റെ ഇത് വെക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ സിപ്പ് സ്റ്റിച്ച് ചെയ്ത ഭാഗമല്ലേ, അത് ഒത്ത നടുക്കിലേക്ക് കൊണ്ടുവരാം കേട്ടോ. സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. സെൻറ്റർ പൊസിഷനിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ബോ ആക്കാൻ. കണ്ടപ്പോൾ നല്ല വൃത്തി 2 എഡ്ജ് നല്ല ഭംഗിയിൽ വന്നില്ലേ. എന്നിട്ട് നമ്മളിതാ ജസ്റ്റ് ഇതുപോലെ ബോ ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ ഫോൾഡ് ചെയ്യുക കേട്ടോ. ഫോൾഡ് ചെയ്തതിന് ശേഷം ആ നമ്മളുടെ ലോങ് ടൈൽ ഇതുപോലെ ചുറ്റിയെടുക്കുക. നല്ല സെൻറ്റർ നോക്കിയിട്ട് ചുറ്റിയെടുക്കുക. കുറച്ച് നല്ല വിടത്തിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. എല്ലാം ഈ ഒരു ഇതിലാണെങ്കിൽ ഇങ്ങനെ ആയാലും ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് ഇത് അതിനുള്ളിൽ കൂടെ ഈ അണ്ണ പുൾ ചെയ്തെടുക്കുക. എന്നിട്ട് 2-3 ടൈ ചെയ്യുക കേട്ടോ. നല്ലോണം ടൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വിട്ടു പോരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതായിട്ടാണ് ഇത് ചെറിയ യാണ. ഇപ്പോൾ ഇത് നിങ്ങൾ കുറച്ചും കൂടി വലിയ യാണ തന്നെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ബാക്കി യാണ നമ്മൾ ഡാനിങ് നീഡിൽ വെച്ചിട്ട് ഈ ബോൻ്റെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഡാനിങ് നീഡിൽ നിങ്ങളടുത്ത് ഏതാണോ ഉള്ളത് വെച്ചാൽ അത് യൂസ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് യാണിനെ ഹൈഡ് ചെയ്ത് ഉള്ളോട്ടേക്ക് വെക്കുക. ബാക്കി ചെറിയ യാണ് വരുന്നുണ്ടെങ്കിൽ അത് സിസർ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നിങ്ങളെ കയ്യിൽ ആലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഇതിൻ്റെ മേലെ ഒട്ടിച്ച് വെക്കാതെ, അല്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്, അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ജസ്റ്റ് ഈ ആലിഗേറ്റർ ക്ലിപ്പിൻ്റെ 2ാമത്തെ വശമല്ലേ, ആ വശം ജസ്റ്റ് ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ നല്ലോണം പുള്ള ചെയ്ത് കയറ്റിയാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇനി ഗമ്മ പിടിച്ച് ഇങ്ങനെ ആയെന്നുള്ളൊരു ഓപ്ഷൻ വരില്ല. ഇത് കുറച്ച് റിസ്ക് ആണ്, പക്ഷെ എന്നാലും നിങ്ങളെ കൊണ്ട് പറ്റും. ഇതുപോലെ ഒന്ന് നമ്മളുടെ ഫിംഗർ വെച്ചിട്ടൊന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോ ആയില്ലേ. ഇതിനിപ്പോൾ ഓൾറെഡി നമുക്ക് ഈ ഒരു ബോ ഡ്രസ്സിൻ്റെ മേലെയും തുന്നി പിടിപ്പിക്കാം, ഇതുപോലെയും ചെയ്യാം കേട്ടോ. താങ്ക് യു.